الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته واحد في أفعاله ليس كمثله شيء وهو السميع البصير يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم سيقول السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء إلى صراط مستقيم اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാൻ റഹീമീനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിങ്കൽ ആദരിക്കപ്പെട്ട പവിത്രമായ 4 മാസങ്ങളിൽ ശ്രേഷ്ഠമായ റജബ് മാസത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാസത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഏകദേശം ദിവസങ്ങൾ പിന്നിട്ടുപോയി, പകുതിയിലധികം പിന്നിട്ടുപോയി. ഈ സന്ദർഭത്തിൽ ഈ മാസത്തിലൂടെ ജീവിക്കുന്നവർ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ അതുമാത്രം ഓർമ്മപ്പെടുത്താനാണ് ഈ ഖുതുബയിൽ വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, ലോക മുസ്ലിമീങ്ങളുടെ ഖിബ്ല, നമ്മുടെയൊക്കെ ഖിബ്ല അത് മക്കയിലെ പരിശുദ്ധമായ കഅബയാണ്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഖിബ്ല എന്നത് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു. നമ്മൾ മദ്രസയിലെ പഠിച്ച പാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലായിരിക്കെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിച്ചിരുന്നത്. മക്കയിലായിരിക്കെ മദീനയിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഹിജ്റ പോയപ്പോഴും ബൈത്തുൽ മുഖദ്ദസ് തന്നെയായിരുന്നു ഖിബ്ല. മദീനയിലെത്തിയിട്ടും ഏകദേശം നീണ്ട 16 മാസത്തിലധികം ഈ അവസ്ഥ തന്നെയായിരുന്നു തുടർന്നിരുന്നത്. ഖിബ്ല ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പിതാവായ അബുൽ അംബിയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഖിബ്ലയായ കഅബയിലേക്ക് മാറിക്കിട്ടാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. അള്ളാന്റെ റസൂലിന് വലിയ ആഗ്രഹമായിരുന്നു കഅബ അത് ഖിബ്ലയായിരുന്നെങ്കിൽ എന്ന്. മാത്രമല്ല, യഹൂദികൾ, മദീനയിലെ യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇപ്രകാരം പറഞ്ഞ് പരിഹസിക്കാറുണ്ടായിരുന്നു: മുഹമ്മദ് നമ്മളോടെതിരാണ്, ആദർശത്തിലെതിരാണ്, അനുഷ്ഠാനങ്ങളിലെതിരാണ്, പലതിലും എതിരാണ്. എന്നാൽ അപ്പോഴും അവൻ നമ്മുടെ ഖിബ്ലയെ തന്നെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന് യഹൂദന്മാരെ പരിഹസിക്കാൻ. അതുകൊണ്ട് തന്നെ കഅബയെ ഖിബ്ലയായി ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഹിജ്റ 2ാമത്തെ വർഷം, ഈ ഡേറ്റുകൾ ശരിക്കും ശ്രദ്ധിക്കണം, ചരിത്രത്തിൽ കാണാം. ഹിജ്റ 2ാമത്തെ വർഷം റജബ് മാസത്തിന്റെ പകുതിയിൽ നമ്മൾ ജീവിച്ചു പോകുന്നത് അതിലൂടെയാണ്. റജബ് മാസത്തിന്റെ പകുതിയിൽ കഅബയിലേക്ക് ഖിബ്ല മാറ്റാനുള്ള അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി. അൽഹംദുലില്ലാഹ്. മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്,
قال صلينا مع رسول الله صلى الله عليه وسلم نحو بيت المقدس 16 شهرا أو 17 شهرا ثم صرفنا نحو الكعبة. ഞങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുന്നിട്ട് 16 അല്ലെങ്കിൽ 17 മാസം നിസ്കരിച്ചു. ശേഷം ഞങ്ങൾ കഅബയിലേക്ക് തിരിക്കപ്പെട്ടു. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ 525 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുപോലെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അവിടുത്തെ തൊട്ട് പറയാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ബിമക്ക നഹ്വ ബൈത്തുൽ മഖ്ദിസ് വൽ കഅബത്തി ബൈന യദൈഹി وبعدما هاجر إلى المدينة 16 شهرا ثم انصرف إلى الكعبة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരിക്കെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിച്ചിരുന്നത്. നമ്മളിപ്പോ തിരിയുന്ന കഅബയിലേക്കല്ല, ബൈത്തുൽ മുഖദ്ദസ്. ഇന്ന് ഫലസ്തീനികളുടെ കയ്യിൽ നിന്ന് ഇസ്രായേലികൾ, യഹൂദന്മാർ കാലങ്ങളായി കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, കഅബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലാണ് മക്കയിൽ. പിന്നീട് മദീനയിലേക്ക് ഹിജറ പോയതിനു ശേഷവും 16 മാസത്തോളം അതേ അവസ്ഥ തന്നെ, ഇത് ബൈത്തുൽ മുഖദ്ദസ് തന്നെ ഖിബലയായി തുടരുകയും പിന്നീട് അല്ലാഹു സുബ്ഹാനഹു തആല കഅബയിലേക്ക് തിരിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ അന്നു മുതൽ കഅബയാണ് പിന്നെ ഖിബല. അല്ലാഹു അക്ബർ. പ്രിയമുള്ളവരെ, ചുരുക്കി പറഞ്ഞാൽ മക്കയിലായിരിക്കെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയുമ്പോൾ തന്നെയും ഇടയിൽ കഅബ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് 2 ഖിബലയും ലഭിച്ചിരുന്നു എന്നാണ്. നിങ്ങള് കുറച്ചൊരല്പം ബുദ്ധിയോടുകൂടി കാലിക്കുകയാണെങ്കിൽ ഇന്നത്തെ മാപ്പൊക്കെ ഒന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. കഅബയിൽ തന്നെ നബി ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയുമ്പോൾ നബിയുടെ മുന്നിൽ തന്നെ കഅബ വരുന്ന അവസ്ഥ വിശേഷമായിരുന്നു. മാത്രമല്ല, മദീനയിൽ എത്തിയ ശേഷം 2 ഖിബലയും ഒന്നിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചില്ല. നേരത്തെയുള്ള അവസ്ഥ ഉണ്ടായില്ല, ഇടയിൽ കഅബ വരുന്നൊരവസ്ഥ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി അല്ലാഹുവോട് ദുആ ചെയ്യുകയും ഖിബല മാറ്റത്തിൽ പ്രതീക്ഷ വെച്ച് അത് സംബന്ധിച്ച് വഹി വരുന്നതും പ്രതീക്ഷിച്ച് ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്. സൂറത്തു അൽ ബഖറ 2-ാമത്തെ അധ്യായം 144-ാമത്തെ ആയത്ത്. എന്തായത്ത്? ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطرا. നബിയേ, അവിടുത്തെ മുഖം ആകാശത്തേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട്. അല്ലാഹ് നബിയോട് പറയാണ്, അതിനാൽ നിനക്കിഷ്ടമാകുന്ന ഒരു ഖിബലയിലേക്ക് അഥവാ കഅബയിലേക്ക് നിന്നെ നാം തിരിക്കുകയാണ്. എത്രത്തോളം ഇനിമേൽ നിന്റെ മുഖം മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് തിരിക്കുക. നിങ്ങൾ എവിടെയായിരുന്നാലും അതിന്റെ നേർക്കാണ് നിങ്ങൾ മുഖം തിരിക്കേണ്ടത്. അല്ലാഹു അക്ബറു കബീറ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് 16-17 മാസം മദീനയിലെത്തിയപ്പോഴും മുന്നിട്ട് നിസ്കരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് ഈ ആയത്തിന് ശേഷം കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുകയും ചെയ്തു. അത് വിവരിക്കുന്നിടത്ത് കാണാം, വകാന യുഹിബ്ബു അൻ യുവജ്ജഹ ഇലൽ കഅബ ഫഅൻസലല്ലാഹു തആല ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ ഫവജ്ജിഹ നഹ്വൽ കഅബ. എത്രത്തോളം അങ്ങനെ അല്ലാഹു തആല ആയത്ത് അവതരിപ്പിച്ചു. നബിയെ, നിന്റെ മുഖം ആകാശത്തേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട്. അതിനാൽ നിനക്ക് ഇഷ്ടമാകുന്ന ഒരു ഖിബലയിലേക്ക് നിന്നെ ഞാനിതാ തിരിക്കുകയാണെന്ന്. അങ്ങനെ അവിടുന്ന് കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചു എന്ന് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 7252-ാമത്തെ നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇത് പറയുമ്പോൾ ചിലപ്പോ ആരെങ്കിലും വിചാരിച്ചാലോ എന്ന് കരുതിയിട്ട് മാത്രം പറയാം. ഇതൊക്കെ ഇത്ര വലിയൊരു പ്രാധാന്യത്തോടു കൂടി പറയാൻ മാത്രം, മിമ്പറുമെന്ന് പറയാൻ മാത്രമുള്ള വിഷയമാണോ?
ഇവിടെ ഏറ്റവും വലിയ ചർച്ച എന്താ അറിയോ? കഅബയെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്, ഖിബലയെ സംബന്ധിച്ച ചർച്ചയാണ്. ഒരു മുസ്ലിമിന്റെ ഏത് നാട്ടിലായാലും അവൻ തിരിഞ്ഞു നിൽക്കേണ്ടുന്ന കഅബയെ സംബന്ധിച്ച ചർച്ചയാണ്. അത് ഓന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഓന്റെ നിലപാടുകളിൽ പ്രധാനമായതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അസ്ല് നമ്മൾ പഠിക്കണം. മാത്രമല്ല, നമ്മൾ ജീവിക്കുന്നൊരു മാസത്തിലൂടെ അതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ട് എന്നതുകൊണ്ടുകൂടിയാണ്. പ്രിയമുള്ളവരെ, കഅബയിലേക്ക് ഖിബല മാറ്റാനുള്ള കൽപ്പന ലഭിച്ചതിന് ശേഷം ആദ്യമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് അസ്ർ നിസ്കാരമാണ്. മറ്റു സ്ഥലങ്ങളിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവർ ഖിബല മാറ്റത്തെക്കുറിച്ച് അറിവ് ലഭിച്ചപ്പോൾ അവരും നിസ്കാരത്തിൽ തന്നെ കഅബയിലേക്ക് തിരിയുകയുണ്ടായി. ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരാൾ അസ്ർ നിസ്കരിച്ചു. ثم خرج فمر على قوم من الأنصار فقال هو يشهد أنه صلى مع النبي صلى الله عليه وسلم وأنه قد وجه إلى الكعبة. ശേഷം നിസ്കാരം കഴിഞ്ഞ് അയാൾ പുറപ്പെട്ടിട്ട് അയാളുടെ ജനതയായ അൻസാരികളുടെ അടുത്തേക്ക് എത്തി. ആ സമയത്ത് അവർ അസ്ർ നിസ്കരിക്കുകയായിരുന്നു. അദ്ദേഹം നിസ്കരിക്കുന്നവരോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിസ്കരിച്ചയാൾ സാക്ഷിയായിരിക്കുന്നു. അഥവാ അവനെ തന്നെ, സ്വന്തത്തെ തന്നെ അവനവനെ തന്നെ സാക്ഷിയാക്കാണ്. അദ്ദേഹം കഅബയിലേക്ക് തിരിച്ചിരിക്കുന്നു എന്നതിന്, അദ്ദേഹം കഅബയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നതിന്. ഫൻഹറഫൂ വഹും റുകൂഉൻ ഫീ സ്വലാത്തിൽ അസ്ർ. അങ്ങനെ അവര് അസ്ർ നിസ്കാരത്തിൽ റുകൂഉ ചെയ്തുകൊണ്ടിരിക്കെ കഅബയിലേക്ക് തിരിഞ്ഞു എന്നാണ്. ഇത് രണ്ടും ഏറെക്കുറെ ഒരു 4-5 വർഷം വരെ മസ്ജിദുൻ നബവിയിൽ നിന്ന് ഒട്ടും വിദൂരമല്ലാത്ത മസ്ജിദുൽ ഖിബലത്തൈൻ എന്ന് പറയുന്ന ഒരു പള്ളിക്കകത്ത് ചെന്നാൽ ഈ രണ്ടും ഇതും നമുക്ക് കാണാമായിരുന്നു ഈ അടുത്ത കാലം വരെ. ഇപ്പോൾ ബിദ്അത്തുകൾ വർദ്ധിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം കൊണ്ടു നടക്കുന്ന ഗവൺമെന്റ് എന്ത് ചെയ്തു? അത് മാറ്റി, ഒന്നാക്കി മാറ്റി. അല്ലാഹു അക്ബർ. കാരണം ബിദ്അത്തുകൾ വർദ്ധിച്ചപ്പോൾ എത്രത്തോളം നിങ്ങള് പരിശുദ്ധ ഖുബാ, മസ്ജിദ് ഖുബാ, ആ ഖുബായിലുള്ള ആളുകൾക്ക് ഖിബല മാറ്റത്തെ കുറിച്ച് അറിവ് ലഭിക്കുന്നത് അസറിന് ഇറങ്ങിയ ആയത്ത് അല്ലെങ്കിൽ അസർ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മാറിയത് അവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്തുള്ള ഖുബയിൽ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. അവരറിഞ്ഞത് സുബീഖാണ്. അവരെന്ത് ചെയ്തു? ആ സുബഹി നിസ്കാരത്തിനിടയിൽ തന്നെ ബൈത്തുൽ മഖദ്ദസിലേക്ക് തിരിഞ്ഞ, ഖിബല അങ്ങോട്ടെന്ന് വിചാരിച്ചിരുന്നവര് നേരെ തിരിഞ്ഞ് മസ്ജിദുൽ ഹറമിന്റെ അഥവാ കഅബയിലേക്ക് അവർ തിരിഞ്ഞ് നിസ്കരിച്ചത് ഹദീസിൽ കാണാൻ പറ്റും. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിലാണ്. അദ്ദേഹം പറയാണ്, ഖുബായിൽ ജനങ്ങൾ ഇങ്ങനെ സുബഹി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ അവരടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, എന്ത്? ഇന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഉൻസില അലൈഹി ലൈലത്തുൽ ഖുർആൻ. നിശ്ചയം രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ അവതരിച്ചപ്പോൾ വഖദ് ഉമിറ അൻ യസ്തഖ്ബിലൽ കഅബത ഫസ്തഖ്ബിലൂഹാ, കഅബാലയത്തെ ഖിബലയാക്കുവാൻ അവിടത്തോട് നിർദ്ദേശിച്ചിരുന്നു. ഞാൻ വകാനതു വുജൂഹുഹും ഇലശ്ശാം ഫസ്തദാറു ഇലൽ കഅബ. അപ്പോൾ അവർ നിസ്കാരത്തിൽ തന്നെ അവർ ഷാമിന്റെ നേരെ തിരിഞ്ഞാണ് നിസ്കരിച്ചിരുന്നത്. ഷാം എന്ന് പറഞ്ഞാൽ ഇന്ന് സിറിയയും ജോർദാനും ഫലസ്തീനും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ഭൂപ്രദേശത്തിനാണ് ഷാം എന്ന് പറയാം. ആ ഷാം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഷാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസാണ്. അവര് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിരുന്നത്. അങ്ങനെ അവർ കഅബയുടെ നേരെ ചുറ്റിത്തിരിഞ്ഞു. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 403-ാമത്തെ നമ്പർ ഹദീസ്. ഇതിലൊക്കെ ഉള്ള വലിയ രസം എന്താണെന്നറിയോ നിങ്ങള്? അത്ഭുതം. ദീനിന്റെ ഒരു വിഷയത്തോടുള്ള ആളുകളുടെ സമീപനത്തിലെ വ്യത്യസ്ത നിലപാടുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും. അള്ളൊരു വിഷയം ഇറക്കിയാല് ആ അള്ള പറഞ്ഞ വിഷയത്തോട് മനുഷ്യർ ഏതൊക്കെ നിലക്ക് പ്രതികരിക്കും എന്നതിന്റെ ഒരു വ്യക്തമായ തെളിവ് കൂടിയാണത്. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നും അള്ള പറഞ്ഞൊരു കാര്യം പറഞ്ഞ ആളുകൾക്കിടെ നാലഭിപ്രായം ഉണ്ടാവും. അന്നും അങ്ങനെ തന്നെയായിരുന്നു. ഖിബല മാറ്റം സംഭവിച്ചതിന് ശേഷം സത്യനിഷേധികളും കപടവിശ്വാസികളും യഹൂദന്മാരും നിങ്ങൾ നിലവിലുണ്ടായിരുന്ന ഖിബലയിൽ നിന്ന് എന്തുകൊണ്ടാണ് മാറിയത് എന്ന് ചോദിക്കുമെന്ന് അല്ലാഹു തആല മുൻകൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്. അതാണ് അത്ഭുതം. ഇവര് ചോദിക്കുന്ന നബിനോട് ആദ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അള്ളാഹ് പറയാണ്, എന്താ അറിയോ? അതാ ഞാൻ തുടക്കത്തിൽ ഓതിച്ച്, സയഖൂലു സുഫഹാഉ മിനൻ നാസി മാ വല്ലാഹും
മാ വല്ലാഹും അൻ ഖിബ്ലതിഹിമുല്ലതി കാനൂ അലൈഹാ. ഇവർ ഇതുവരെ തിരിഞ്ഞു നിന്നിരുന്ന ഭാഗത്ത് നിന്ന് ഇവരെ തിരിച്ചുവിട്ട കാരണം എന്താണ് എന്ന് വിഡ്ഢികളായ മൂഢന്മാരായ ആളുകൾ ചോദിച്ചേക്കും. ഖുൽ, പറയുക നബിയേ, ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറുമൊക്കെ അല്ലാഹുവിൻ്റെത് തന്നെയാണെന്ന് പറയുക നബിയേ. യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നു എന്ന് 142-ാമത്തെ ആയത്ത് സൂറത്തു അൽ ബഖറ. അത് അല്ലാഹു തആല നേരത്തെ നബിക്ക് ഇറക്കി കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതുപോലെ തന്നെ സംഭവിച്ചു. സുബ്ഹാനക അലീം. ഖിബല മാറ്റം സംഭവിച്ചതോടുകൂടി പല തരത്തിലുള്ള സംസാരങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. ഞാൻ ഓരോന്നും നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അങ്ങനെ നമുക്ക് ഇന്ന് പറയാം അവരെ കുറിച്ച്, അഥവാ സ്വഹാബികൾ, യഥാർത്ഥ മുഅ്മിനുകൾ. വിശുദ്ധ ഖുർആനിലെ 100 ചില്ലാനും ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട മഹാരഥന്മാർ, ഇസ്ലാമിക ലോകത്തെ പ്രധാനപ്പെട്ട ഔലിയാക്കന്മാർ, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കന്മാരായ അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റിദ്വാനുല്ലാഹി അലൈഹിം കുല്ലിഹിം അജ്മഈൻ, സ്വഹാബത്തുൽ കിറാം. ആ മുസ്ലിമീങ്ങളായിട്ടുള്ളവർ ഇത് കേട്ടതോടുകൂടി പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചതോടുകൂടി പറഞ്ഞു, ഞങ്ങളിതാ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അതിനെക്കുറിച്ചാണ് അവൻ ഹുദയിലേക്ക് നയിക്കുന്നു പറഞ്ഞില്ലേ, അവരാണ് അള്ളാഹുവിൽ നിന്നുള്ള ഹുദ ലഭിച്ചവർ എന്നാണ്. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. ആയത്ത് കേട്ടാലും ഹദീത്ത് കേട്ടാലും സമിഅനാ വ അതഅനാ ആമന്നാ വസല്ലംനാ, ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളതിൽ സമാധാനം കൊണ്ടിരിക്കുന്നു എന്നാണ്. എന്നാലും മുശ്രിക്കുകൾ പറഞ്ഞത് പ്രകാരമായിരുന്നു. എന്താ മുശ്രിക്കുകൾ പറഞ്ഞത്? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഖിബലയിലേക്ക് മടങ്ങിയതുപോലെ. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, മക്ക മുശ്രിക്കുകൾ പരിശുദ്ധ കഅബയെ ആദരിച്ചിരുന്നു, പരിശുദ്ധ കഅബയെ അവർ ബഹുമാനിച്ചിരുന്നു. ആ കഅബയുടെ ചാരത്ത് വെച്ചിട്ട് അവർ ചെയ്തിരുന്ന പ്രവർത്തികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ ധാരാളം കാണാം. അവർക്ക് കഅബ വളരെ മഹത്വമുള്ളതായിരുന്നു. അവർ വിശ്വസിച്ചിരുന്നത് ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണ് എന്നായിരുന്നു. അവര് വിശിഷ്യ ഖുറൈശികൾ, മക്കയിലെ ഖുറൈശികൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രക്കാർ, അവരായിരുന്നു അഹ്ലുൽ ഹർമികൾ, അഥവാ ഹറമിന്റെ അഹ്ലുകാർ. അതുകൊണ്ട് അവർക്ക് വലിയ ബഹുമാനമായിരുന്നു കഅബയോട്. മാത്രമല്ല, കഅബയെ ബഹുമാനിക്കുന്നവരെ കാണുമ്പോൾ മറ്ററബികളും ബഹുമാനിക്കുമായിരുന്നു എന്നതാണ്. അവര് പറഞ്ഞ വാക്കെന്തറിയോ? മുഹമ്മദ് നമ്മുടെ ഖിബലയിലേക്ക്, കഅബയിലേക്ക് മടങ്ങിയതുപോലെ നമ്മുടെ പഴയ മതത്തിലേക്കും അവൻ മടങ്ങുമെന്നാണ് തോന്നുന്നത്. 10 കൊല്ലം കഷ്ടപ്പെട്ട് അവിടെ ദഅവത്ത് നടത്തിയതിന്റെ റിസൾട്ട് എന്താ? മദീനയിലേക്ക് കൂട്ടി വന്നു. കണ്ടോ, ഇനി ഓൻ തിരിച്ചു വരും, നിങ്ങൾ നോക്കിക്കോളി, ഓ നമ്മളെ കാരണന്മാരെ മതത്തൊക്കെ മടങ്ങും. കാരണം നമ്മളെ ഖിബലയിലേക്ക് മടങ്ങി. നമ്മുടെ ഖിബലയിലേക്ക് മടങ്ങിയതുപോലെ അവൻ നമ്മുടെ മതത്തിലേക്ക് മടങ്ങും. നമ്മുടെ ഖിബലയാണ് സത്യം എന്നതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് അതിലേക്ക് മടങ്ങിയത്. അല്ലാഹ്, വല്ലാത്ത വാക്കാണ് അതൊക്കെ. ജൂതന്മാര് പറഞ്ഞത് എങ്ങനെയായിരുന്നു അറിയങ്ങള്? ജൂതന്മാര് പറഞ്ഞത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ഖിബലയിൽ നിന്നും ഇതാ മാറിയിരിക്കുന്നു, പ്രവാചകന്മാരുടെ പാതയിൽ നിന്ന് തെറ്റിയിരിക്കുന്നു എന്നാണ് അവര് പ്രഖ്യാപിച്ചത്. മുഹമ്മദ് യഥാർത്ഥ നബിയായിരുന്നുവെങ്കിൽ മുൻകഴിഞ്ഞ നബിമാരുടെ ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു നിസ്കരിക്കേണ്ടിയിരുന്നത് എന്നാണ് അവര് പറഞ്ഞത്. അവര് പ്രചരിപ്പിച്ചത് അങ്ങനെയാണ്. എന്നാൽ മുമ്പ് അവര് പ്രചരിപ്പിച്ചത് എന്താ? മുഹമ്മദ് നമ്മളോടെതിരാണ്, എന്നാൽ അവൻ നമ്മുടെ ഖിബലയെ പിന്തുടരുകയും ചെയ്യുന്നു എന്നാണ്. ഈ വാക്ക് പെട്ടെന്ന് മാറ്റി. ചിലയിടത്തൊക്കെ അങ്ങനെ യഹൂദന്മാര് മുശ്രിക്കുകളെ പോലും കടത്തിവിട്ടു. കുതന്ത്രത്തിൽ മറക്കടമുഷ്ടിയിൽ തോന്നിവാസങ്ങളിൽ വൃത്തികേട് കാണിക്കുന്നിടത്ത് മുശ്രിക്കുകളെ പോലും കടത്തിവിട്ടു. അതുകൊണ്ടാണ് അല്ലാഹു തആല ഗൈരിൽ മഗ്ദൂബി അലൈഹിം എന്നതിൽ ഒരു സമുദായം എന്ന നിലക്ക് ആദ്യം അവരെ തന്നെ എന്നത് അൽ യഹൂദ്. അല്ലാഹു കാക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇനിയോ 4ാമത്തെ ഒരു കൂട്ടര്, അതാരാ? മുനാഫിഖുകൾ. ആരാ മുനാഫിഖുകൾ? നിസ്കരിക്കാൻ പള്ളിയിലുണ്ടാകും, മുസ്ലിങ്ങളെ കൂടെയാണെന്ന് പറയും. പക്ഷേ പുറത്ത് ഇസ്ലാമിന്റെ ആളാവുകയും അകത്ത് പച്ചക്കുഫ്ർ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന മുനാഫിഖുകൾ. അവര് പറഞ്ഞെന്താണെന്നറിയോ? എവിടേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത് എന്ന് തന്നെ മുഹമ്മദിന് അറിയില്ല. ആദ്യം തിരിഞ്ഞ ഭാഗമാണ് ശരിയെങ്കിൽ ആ ശരി ഇപ്പോൾ മുഹമ്മദ് ഉപേക്ഷിച്ചു.
ഇനി അതല്ല, അവൻ ഇപ്പോൾ തിരിഞ്ഞ ഖിബലയാണ് ശരിയെങ്കിൽ ആദ്യം മുഹമ്മദ് അസത്യത്തിലായിരുന്നു എന്നാണ്. നഊദുബില്ലാഹ്. ഇന്നും നിങ്ങൾ ആലോചിച്ച്, ദീനിലെ പല കാര്യങ്ങളിലും ചിലർ അങ്ങനെയാണ്. ഇന്നും ദീനിലെ പല കാര്യത്തിലും ചിലർ അങ്ങനെയാണ്. വല്ലാഹുൽ മുസ്തആൻ. ചുരുക്കി പറഞ്ഞാൽ ഖിബല മാറ്റിയത് നിമിത്തം മതത്തിന്റെ ദീനിന്റെ അടിത്തറ തന്നെ പൊളിഞ്ഞു പോയതായി ശത്രുക്കൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നു. ഈ ആരോപണങ്ങളെ കുറിച്ചോ അവയുടെ വക്താക്കളെ കുറിച്ചോ വിശദീകരണം ഒന്നും കൂടാതെ തന്നെ അവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒറ്റവാക്യം കൊണ്ട് അള്ളാഹു മതിയാക്കി. നേരത്തെ അള്ളാഹ് നബിക്ക് പറഞ്ഞെടുത്തു, ഖുൽ പറയുക നബിയെ, ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറുമൊക്കെ അഥവാ ഭൂമിയുടെ മുഴുവൻ ഭാഗങ്ങളും അള്ളാഹുവിനുള്ളതാണ്. ഏതെങ്കിലും ഒരു നിശ്ചിത ഭാഗം, ഒരു സ്ഥാനം ഖിബലയാക്കി ആ ഭാഗത്തേക്ക് തിരിയാനോ കൽപ്പിച്ചാൽ അങ്ങോട്ട് തിരിയണം. അതല്ലാതെ കുതന്ത്രവും മർക്കടമുഷ്ടിയും താല്പര്യങ്ങളുമായി അള്ളാഹുവിന്റെ വഹീനെതിരെ തിരികെയല്ല വേണ്ടതെന്നാണ്. എന്നാൽ ഈ ഖിബല മാറ്റം ഉണ്ടാക്കിയ ഓളം അല്ലെങ്കിൽ ചലനം അത് ചില്ലറയല്ല. നമ്മൾ പറഞ്ഞല്ലോ, 4 കൂട്ടരെ കുറിച്ച് പറഞ്ഞല്ലോ. അതിൽ ദുർബല ഹൃദയരായ, ഈമാൻ ശരി കുറച്ചിട്ടില്ലാത്ത, ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വന്നിരുന്ന മുസ്ലിങ്ങളിൽ ചിലരിൽ പോലും ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ കാരണമായി. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇതേ വാക്ക് പറയുന്നവർ ഇക്കാലത്തുല്യ, ഇതേ വാക്ക് പറയുന്നവർ ചിലരെന്താ പറഞ്ഞറിയോ? ഒരു പരസ്പരം പറഞ്ഞു, നമ്മൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിർവഹിച്ച നിസ്കാരത്തിന്റെ അവസ്ഥ ഇപ്പൊ എന്താ? അത് സ്വീകരിക്കൂലേ? അടുത്ത വരികൾ ശ്രദ്ധിക്കാൻ കേട്ടോ. ഇന്നലെ പോലും പറഞ്ഞു കേട്ട വാക്കുപോലത്തെ ഒരു വാക്ക്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ച നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ അവസ്ഥ എന്താ? ഈ വാക്കുകൾ പലയിടത്തും കേട്ടില്ലേ? ഈ വാക്ക് പലയിടത്തും കേൾക്കാറുണ്ട്. അപ്പൊ നമ്മളെ പൂർവികർ ഇന്നലെ വരെ നിസ്കരിച്ച് മരിച്ചുപോയൊരവസ്ഥ എന്താ? ചോദ്യാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിച്ചെന്തറിയോ? وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ وَيَكُونَ الرَّسُولُ عَلَيْكُمْ شَهِيدًا. അപ്രകാരം നബിയെ, നാം നിങ്ങളൊരു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കുവാനും റസൂൽ നിങ്ങൾക്ക് സാക്ഷികളായിരിക്കുവാനും വേണ്ടി, സാക്ഷിയായിരിക്കുവാനും വേണ്ടി. ഇനി പറയുന്ന വാക്കുകൾ ശരിക്കും ശ്രദ്ധിക്കണേ. അല്ലാഹു പറയാണ്, വമാ ജഅൽനൽ ഖിബ്ലതല്ലതി കാനത് കുൻത അലൈഹാ وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه. ഈ ഖിബല മാറ്റത്തിൽ നിന്നുള്ള വലിയൊരു പാഠം തരും. അല്ലാഹു പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി, ആ റസൂലിനെ പിൻപറ്റുന്നതാരൊക്കെയെന്നും അദ്ദേഹത്തെ തൊട്ട് പിന്മാറിക്കളയുന്നവർ ആരൊക്കെയെന്നും തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമായിരുന്നു നീ മുഹമ്മദ് നബി, താങ്കൾ ഇതുവരെ തിരിഞ്ഞു നിന്നിരുന്ന ഭാഗത്ത് നാം ഖിബലയായി നിശ്ചയിച്ചത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഅബാലയത്തെ ഖിബലയാക്കിയത് ആരൊക്കെ റസൂലുള്ളാഹിനെ അനുസരിക്കും, ആരൊക്കെ റസൂലുള്ളാഹിനെ ധിക്കരിക്കും എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയതാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, വഇൻ കാനത് ലകബീറത്തുൻ ഇല്ലാ അലല്ലദീന ഹദല്ലാഹ് വമാ കാന അല്ലാഹു ലിയുദിഅ ഈമാനകും ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. അല്ലാഹു നേർവഴിയിലാക്കിയവരൊഴിച്ച് മറ്റെല്ലാവർക്കും അത്, ഈ ഖിബല മാറ്റം ഒരു വലിയ പ്രശ്നമായി തീർന്നിരിക്കുന്നു. അള്ളാഹു നിങ്ങളുടെ വിശ്വാസത്തെ പാഴാക്കി കളയൂല. മുമ്പ് അങ്ങനെ നിസ്കരിച്ചോണ്ടത് ഓന് കിട്ടും, അള്ളാഹ് നഷ്ടപ്പെടുത്തൂല. തീർച്ചയായും അള്ളാഹു മനുഷ്യരോട് അത്യധികം ദയയുള്ളവനും കരുണാവാരിധിയുമാകുന്നതാണ്. സുബ്ഹാനക, വല്ലാത്തൊരു വാക്കാണത്. എത്ര വലിയ ആശ്വാസമാണത്. ആദ്യം ബൈത്തുൽ മുഖദ്ദസിനെ ഖിബലയാക്കി നിശ്ചയിച്ചതിലും ശേഷം അത് കഅബയിലേക്ക് മാറ്റിയതിലും വലിയ യുക്തി അടങ്ങിയിട്ടുണ്ടെന്നാണ്. എന്താണത്? മുസ്ലിങ്ങൾക്കും ജൂതന്മാർക്കും കപട വിശ്വാസികൾക്കും അതൊരു പരീക്ഷണമായിരുന്നു. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വിഷയമാണ്. നന്മോണ്ടും തിന്മോണ്ടും പരീക്ഷിക്കും.
അള്ളാഹു മരണവും ജീവിതവും നൽകി നിങ്ങളെ പരീക്ഷിക്കും. പല കാരണവും പരീക്ഷണമായിട്ട് പഠിപ്പിക്കണം. ഇതും അള്ളാഹു നിശ്ചയിച്ചൊരു പരീക്ഷണമാണ്. എത്രത്തോളം അറിയോ? നല്ലതിൽ നിന്ന് ചീത്തയെ വേർതിരിക്കുവാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആര് പിൻപറ്റുന്നു എന്നറിയുവാനും തന്റെ അടിയാറുകളിൽ അള്ളാഹു നടത്തിയ ഒരു പരീക്ഷണമായിരുന്നു അത്. ഇത് ഖിബല മാറ്റം. ബൈത്തുൽ മഖ്ദസിൽ നിന്ന് മാറി പിന്നീട് ഇബ്രാഹിം നബിയുടെ ഖിബലയായി ഇബ്രാഹിം നബി കണ്ടിരുന്ന മസ്ജിദുൽ ഹറമിനകത്തുള്ള കഅബ ആലയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിയത്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അക്ഷരം പ്രതി സ്വീകരിക്കേണ്ടതുണ്ടെന്ന് ജനങ്ങൾ അറിയുക എന്നത് ഈ നിയമം നടപ്പിലാക്കുന്നതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന. അള്ളാന്റെ റസൂൽ പറഞ്ഞത് സമിഅനാ വ അതഅനാ. അതിനെ അങ്ങനെ ജീവിക്കുന്നവരെ അക്ഷരവായകർ, അക്ഷരവായനക്കാർ, അക്ഷരപൂജകർ എന്ന് പരിഹസിക്കുന്നവർക്ക് ഒരു പക്ഷേ ഇതിലെ സമർപ്പണം മനസ്സിലാക്കൊള്ളുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞാലും അത് സ്വഹീഹാണോ അത് കണ്ണടച്ച് വിശ്വസിക്കണം. നമ്മൾ പറയില്ലേ തൊണ്ട തൊടാതെ വിഴുങ്ങാതല്ലേ? അതെ, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് വന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങണം. അതാ മുസ്ലിം. അല്ലാതെ ഓന്റെ ബുദ്ധിയുടെ മൂശയിലിട്ടത് ഇങ്ങനെ പരിശോധിക്കല്ല. ഓന്റെ ബുദ്ധിന്റെ മൂശക്കിട്ട് ഹദീസ് ഇക്കാലത്ത് പറ്റും, ഇക്കാലത്ത് പറ്റൂലേ, ഈ കാലത്തിൽ യോജിക്കും, ഇക്കാലത്തിൽ യോജിക്കൂലേ, നാട്ടുകാരെ മുന്നിൽ പറയാൻ പറ്റൂലേ എന്ന് നോക്കിയിട്ട് സ്വീകരിക്കണമെന്നല്ല. ആയത്താണോ സമിഅനാ വ അതഅനാ, ഹദീസാണോ സ്വഹീഹാണെങ്കിൽ സമിഅനാ വ അതഅനാ. സ്വഹീഹ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിൽ ഹസനുണ്ട്, ഒരുപാട് മേഖലകളുണ്ട്. അതുകൊണ്ട് സ്വീകാര്യോഗ്യമാണെങ്കിൽ അത് സ്വീകരിക്കണം. അവിടെ പിന്നെ എന്റെ ബുദ്ധിക്ക് യാതൊരു പ്രാധാന്യമില്ല, ബുദ്ധിയല്ല. എന്നാൽ പ്രമാണം മനസ്സിലാക്കാൻ ബുദ്ധി വേണം, അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ ശത്രുക്കളുടെ ജൽപ്പനങ്ങൾ അത്രമേൽ ശക്തമായിരുന്നു. നിങ്ങൾ പരിശോധിച്ചല്ലോ, 2-3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. മുഹമ്മദിന്റെ മതം അള്ളാഹു ഇറക്കിയതല്ല എന്നും മുഹമ്മദ് സ്വയം നിർമ്മിച്ചെടുത്തതാണ് എന്നും അതിനാലാണ് അങ്ങനെ സ്ഥിരതയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കളിക്കുന്നതെന്നും അവന്റെ കൂടെ കൂടിയവർക്ക് വലിയ നഷ്ടമാണ് സംഭവിക്കുക എന്നുമൊക്കെയാണ് അവർ പ്രചരിപ്പിച്ചത്. അല്ലാഹുൽ മുസ്തആൻ. ഇതൊക്കെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മേഖല. നമ്മൾ വിചാരിക്കും എന്തിനപ്പം ഇതൊക്കെ ഒരു കാര്യമായിട്ട് പറയാനുള്ളതാണ്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിന്റെ മൂർച്ച കൂട്ടാൻ ഉപകരിക്കുന്ന വിഷയങ്ങളാണ്. ഇവരുടെ ഈ ദുഷ്പ്രചാരണത്തിൽ ചിലർ പെട്ടുപോവുകയും, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ കാലത്ത് ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോയ ആളുകൾ വരെ ഉണ്ടായിട്ടുണ്ടെന്നാണ്. അല്ലാഹുൽ മുസ്തആൻ. ഈ കുപ്രചരണങ്ങളിൽ വശംവദരായിട്ട് ഈ പ്രചരണ വേലയിൽ കുടുങ്ങാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് അടിയുറച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ കടുത്ത ഈമാൻ തന്നെ വേണ്ടതുണ്ട്. ആ ഈമാൻ ആർക്കാണുള്ളത് എന്ന് പരീക്ഷിക്കുകയാണ് അള്ളാഹു ഈ നിയമം നടപ്പിലാക്കുന്നതിലൂടെ ചെയ്തത് എന്നതാണ് ഇതിനെ സംബന്ധിച്ച് വിവരിക്കുന്നിടത്ത് കാണുന്നത്. വല്ലാഹു തആല അഅലം. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിഷയങ്ങൾ ആയത്തായാലും ഹദീസായാലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള വഹിയാണ്. ആ വഹീനുള്ള സമീപനം എത്രത്തോളം ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു മേഖല നമുക്കും അങ്ങനെ തന്നെ ആകാൻ കഴിയണം. ആയത്തും ഹദീസും അഥവാ പ്രമാണം ശർഈയായ ഇൽമ് അത് ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه اللهم صل وسلم على نبينا محمد اتقوا الله عباد الله اوصيكم واياي بتقوى الله. ബഹുമാന്യരായ സഹോദരന്മാരെ, ഖിബല മാറ്റത്തിൽ നിന്ന്, ഈ സംഭവത്തിൽ നിന്ന് മുഅ്മിനീങ്ങൾക്ക് പല പാഠങ്ങളുണ്ട്. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിന് സമ്പൂർണമായി കീഴ്പ്പെടാൻ മുഅ്മിനീങ്ങൾക്ക് കഴിയണം. ഇത് നമ്മുടെ അഖീദയുടെ ഭാഗമാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവും അവന്റെ റസൂലും കൽപ്പിച്ചത് ചോദ്യം ചെയ്യുകയോ വിമർശിക്കുകയോ ചെയ്യാതെ സ്വീകരിക്കാൻ അവരുടെ കടമ. അതിന് തയ്യാറില്ലാത്തവരുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമായിരിക്കില്ല.
അതാണ് അല്ലാഹു പറഞ്ഞത്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ضل ضلالا മുബീന. അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ മുഅ്മിനായ ഒരു പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായ ഒരു അഭിപ്രായം ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. അള്ളയും റസൂലും പറഞ്ഞ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ തീരുമാനം ഉണ്ടാകാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മുഅ്മിനാവില്ല. അതാണ് ആരെങ്കിലും ഇത് പറയുന്ന വാക്കെന്താ, ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്ന പക്ഷം അവൻ വ്യക്തമായ നിലയിൽ വഴിവഴച്ചു പോയിരിക്കുന്നു എന്നാണ് 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 36-ാമത്തെ ആയത്ത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം ഖിബല നിശ്ചയിച്ചത് അതിൽ ആരൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നും ആരൊക്കെയാണ് അതിന്റെ പേരിൽ കുഫറിലേക്ക് മടങ്ങിപ്പോവുക എന്നും പ്രത്യക്ഷത്തിൽ വേർതിരിച്ച് കണ്ടറിയാൻ, അല്ലെങ്കിൽ വേർതിരിഞ്ഞ് കണ്ടറിയാൻ വേണ്ടി മാത്രമാണ് അല്ലാഹു അതിങ്ങനെ നിശ്ചയിച്ചത്. ആരാണ് ഹഖിൽ ഉറച്ചുക, ആരാണ് ബാത്തിലേക്ക് പോവുക എന്നുള്ളത്. അള്ളാഹുവിന്റെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൽപ്പന ചോദ്യം ചെയ്യാതെ അനിഷ്ടം കൂടാതെ സ്വീകരിക്കുന്നതിൽ സ്വഹാബത്തിന്റെ താല്പര്യം ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാണ്. കാരണം എന്താ അറിയോ, ഷാമിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചുകൊണ്ടിരിക്കേ ഖിബല മാറ്റത്തെക്കുറിച്ച് അറിവ് ലഭിച്ചപ്പോ ആ നിസ്കാരത്തിൽ തന്നെ അവരും തിരിഞ്ഞു. എവിടേക്ക്? കഅബയിലേക്ക്. ഇതാണോ ഈമാൻ? അല്ലാതെ അവിടെ ബുദ്ധി കൊണ്ടാലേക്കല്ല. എന്താ അത് കുറെ അങ്ങോട്ട് ഇരിക്കുക പിന്നെ കുറെ അങ്ങോട്ട് ഇരിക്കുക, ഇയാൾക്ക് എന്തൊരു സ്ഥിരതല്ലേ? അങ്ങനെയല്ല. പഠിപ്പിക്കപ്പെട്ടതുപോലെ, പറയപ്പെട്ടതുപോലെ, സൂചിപ്പിക്കപ്പെട്ടതുപോലെ, നിർദ്ദേശം നൽകപ്പെട്ടതുപോലെ സമിഅനാ വഅതഅനാ. ഈ നിസ്കാരം കഴിയട്ടെ എന്നൊന്നും അവർ ചിന്തിച്ചില്ല. നിസ്കാരത്തിൽ തന്നെ തിരിഞ്ഞു. നിസ്കാരത്തിൽ തന്നെ തിരിഞ്ഞു. ഇതിനാ നമുക്ക് കഴിയേണ്ടത്. പഠിപ്പിക്കപ്പെട്ടതുപോലെ ഫസ്തഖിം കമാ ഉമിർത, നേരെ നിലകൊള്ളാൻ നമുക്ക് പറ്റണം. അല്ലാഹു തൗഫീഖ് മാറട്ടെ. രണ്ടാമത്തെ കാര്യം, ഖുർആൻ അല്ലാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് വഹി ലഭിക്കുന്നതാണ് എന്ന് ഈ സംഭവം അറിയിക്കണം. ഖുർആൻ അല്ലാത്തൊരു വഹി, അതായത് ഹദീസാണ്. ചില ആൾക്കാർ ഖുർആൻ മാത്രമേ വഹിയായിട്ട് കാണുള്ളൂ. ഇപ്പോഴുണ്ട് അങ്ങനത്തെ ആൾക്കാർ. വല്ലാഹുൽ മുസ്തആൻ. ഇവിടെ 143-ാമത്തെ വചനത്തിൽ റസൂലിനെ പിൻപറ്റുന്നത് ആരൊക്കെയെന്നും പിന്മാറിക്കളയുന്നത് ആരൊക്കെയെന്നും തിരിച്ചറിയാൻ വേണ്ടി മാത്രമായിരുന്നു നീ ഇതുവരെ തിരിഞ്ഞിരുന്ന ഭാഗത്തെ നാം ഖിബലയാക്കി നിശ്ചയത് എന്നാ പറഞ്ഞത്. അതായത് ബൈത്തുൽ മുഖദ്ദസിനെ ഖിബലയാക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി എന്നർത്ഥം. എന്നാൽ ഇങ്ങനൊരു കൽപ്പന എവിടല്ല? ഖുർആനിലില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കി, ഇങ്ങനൊരു കൽപ്പന ഖുർആനിലില്ല. അതെ, അപ്പൊ എന്താ? ഖുർആൻ അല്ലാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്നുണ്ട്. അതാണ് നബി പറഞ്ഞത്. എന്തറിയോ? അലാ ഇന്നി ഊതിതുൽ കിതാബ വമിത്ലഹു മഅഹു. നിശ്ചയം എനിക്ക് കിതാബും അഥവാ ഖുർആനും അതിന്റെ കൂടെ അതുപോലുള്ളതും നൽകപ്പെട്ടിരിക്കുന്നു. ഏതാണത്? അതാണ് വഹ്യ്. ഏതാണത്? അതാണ് തിരുസുന്നത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം. അവിടെ പഠിപ്പിക്കപ്പെട്ടത് ഖൗലൻ ഫിഅലും, അതുപോലെ അല്ലാഹു അനുവദിച്ച, എന്താ പറയാ, അദ്ദേഹം മൗനാനുവാദം നൽകിയ കാര്യങ്ങളൊക്കെ. അല്ലാഹു അക്ബർ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താണ്. ഈ റജബ് മാസത്തിലെ ഒരു പകുതിക്ക് ശേഷമായിരുന്നു ഈ ഖിബല മാറ്റം ഉണ്ടായത് നമ്മൾ പറഞ്ഞല്ലോ. അത് നമ്മൾ ഈ മാസത്തിൽ മനസ്സിലാക്കണം നിലക്ക് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ മാസം എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ട് അലസമായി പോണ്ടൊരു മാസമല്ല. ഈ മാസം പവിത്രാണെന്ന് നമുക്ക് പലർക്കും അറിയാം. പക്ഷെ ഈ മാസത്തെ നമ്മൾ ആ നിലക്ക് ശ്രദ്ധിക്കാറില്ല. ഈ മാസത്തിൽ ഒരിക്കലും പ്രിയമുള്ളവരെ തിന്മകൾ ചെയ്തും പാപങ്ങൾ പേറിയും സ്വന്തം ദേഹങ്ങളോട് അതിക്രമം ചെയ്യരുത് എന്ന് അള്ളാഹു പ്രത്യേകം ഓർപ്പെടുത്തുന്നുണ്ട്. എപ്പോന്നറിയോ? വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയുടെ 36-ാമത്തെ ആയത്തിൽ ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ എന്ന് പറഞ്ഞ ആയത്ത് ഇങ്ങനെ വരുന്നിടത്ത് ലാസ്റ്റ് കാണാ ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും. അതിനാൽ ആ മാസങ്ങളിൽ അഥവാ 4 മാസങ്ങൾ അതിൽപ്പെട്ട റജബ് നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുതെന്നാണ് ഈ ആയത്ത് വിരിക്കുന്നിടത്ത് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് വഖാല ഖത്താദതു ഫീ ഖൗലിഹി ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും. നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത് എന്നതിനെ ഇമാം ഖത്താദ വിരിക്കുന്നു
വിവരിക്കുന്നു, ഇന്നൽ ളുൽമ ഫിൽ അശ്ഹുരിൽ ഹുറും അഅ്ലമു ഖതീഅതൻ വവിസ്റ മിനൽ ളുൽമി ഫീഹാ സിവാഹാ വഇൻ കാന ളുൽമു അലാ കുല്ലി ഹാലിൻ അദീമ. തിന്മകൾ ചെയ്യുക, അക്രമം പ്രവർത്തിക്കുക എന്നത് എക്കാലത്തും മാസമല്ല എന്നത് വ്യത്യാസമൊന്നുമില്ല, ഏത് സമയത്തും ഗൗരവമുള്ള കാര്യമാണെങ്കിലും അള്ളാഹു പവിത്രമാക്കിയ ഈ 4 മാസങ്ങളിൽ തിന്മ ചെയ്യുക എന്നത് അവയല്ലാത്ത മറ്റു മാസങ്ങളിൽ തിന്മകൾ ചെയ്യുന്നതിനേക്കാൾ ഗുരുതരവും കൂടുതൽ ശിക്ഷ ലഭിച്ചേക്കാവുന്നതുമായ കാര്യമാണെന്ന്. സ്ത്രീകൾ കേൾക്കാനും എല്ലാവരും കേൾക്കാനും പറയണം, സാധാരണ മാസത്തിൽ ചെയ്യുന്നത് പോലുള്ള ഒരു സിനിമ ആവൂലാൻ. സീരിയലും സിനിമയും സംഗീതവും നാടകമൊക്കെ ഇപ്പൊ കാണുന്ന പോലെ ആവൂലാൻ. ഏത് ഈ മാസത്തിൽ കാണുമ്പോ കുറച്ചും കൂടി സ്ട്രോങ് കൂടുന്നു. പച്ചക്ക് പറഞ്ഞാൽ എത്ര നിസ്കരിച്ചാലും ഇപ്പോഴും സീരിയലും വന്ന് പോരാത്ത പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഓരോട് പറഞ്ഞു കൊടുക്കാനായി പറഞ്ഞത്. എത്ര നിസ്കരിച്ചാലും നോമ്പ് വെച്ചാലും ഇപ്പോഴും ഈ മൊബൈൽ ഭ്രാന്തിൽ, അഡിക്ഷനിൽ, MDMA-ക്കാളും വലിയ അഡിക്ഷനാണെന്ന് മൊബൈലും. ഇന്നത്തെ ആധുനിക ലോകത്ത് നമുക്കറിയില്ല, പല ലഹരി വസ്തുക്കളുണ്ട്. ശരീരത്തിൽ ഒരിക്കൽ പറ്റിയാൽ മരണം വരെയും ശരീരത്തിൽ പോകാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. മനുഷ്യനാകെ ബുദ്ധിപരമം സംഭവിക്കണൊക്കെ അതിലേറെ മാരകമായ അഡിക്ഷനാണ് മൊബൈൽ. അള്ളാഹു തആല കാക്കുമാറാകട്ടെ. അതുകൊണ്ട് തിന്മകളിലേക്ക് പോകാതിരിക്കാം. മാത്രമല്ല, തിന്മകൾ ഏറ്റവും പ്രധാനം, ഒരിക്കലും തൗബ ചെയ്ത് മടങ്ങാൻ പറ്റാത്ത തിന്മകളാണ് ബിദ്അത്തുകൾ. അള്ളാഹു തആല കാക്കുമാറാകട്ടെ. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഈ മാസത്തിൽ വരുന്ന ഒന്ന് റജബിൽ സ്വലാത്തുർ റഗായിം, ഇത് ആഗ്രഹ സഫലീകരണ നിസ്കാരം എന്ന പേരിൽ ഒരു നിസ്കാരം എപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് നിസ്കരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നിസ്കരിക്കാത്തവരോ രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാഹ്. അത് അറിയാത്തോണ്ടാണ്. അങ്ങനെ ഒരു നിസ്കാരമല്ല, അത് വിദ്യാർത്ഥാണ്. രണ്ടാമത്തെ കാര്യം, റജബ് 27 ഇസ്രാ മിഅ്റാജ് ആഘോഷിക്കുക, അത് വിദ്യാർത്ഥാണ്. ആ ദിവസം നോമ്പ് അനുഷ്ഠിക്കുക, അത് വിദ്യാർത്ഥാണ്. എത്ര നോമ്പുണ്ട് തിങ്കളും വ്യാഴവും, അതൊന്നും മനുഷ്യന് വേണ്ട. അയ്യാമുൽ ബീദിലെ നോമ്പ് മനുഷ്യർക്ക് വേണ്ട. ഇനി വരാനിരിക്കുന്ന പരിശുദ്ധമായ ശഅബാൻ മാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ അല്ലാത്ത മാസങ്ങളിൽ ഏറ്റവും അധികം നോമ്പ് നോറ്റത് ശഅബാനിലാണ്. മിക്ക ദിവസവും നോമ്പുണ്ടായിരുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കാണാം. ആർക്കും നോമ്പ് വേണ്ട. എന്നാൽ ഈ മാസത്തൊരു മിഅ്റാജും ആ മാസത്തിലൊരു ബറാത്തും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ ബിദ്അത്തുകൾ ഒരിക്കലും നമ്മളതിലേക്ക് വരാൻ പാടില്ല പ്രിയപ്പെട്ട. എന്നാൽ അള്ളാഹു കൽപ്പിച്ച വാജിബും സുന്നത്തുമായ കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ കാണിക്കുകയും വളരെ കണിശതയോടെയും കൃത്യതയോടെയും നിർവഹിക്കുകയും വേണം. അതാണ് ഇമാം ഖത്താദ പറഞ്ഞൊരു വാക്ക്, അൽ അമലു സ്വാലിഹു അഅ്ലമു അജ്റൻ ഫിൽ അശ്ഹുരിൽ ഹുറും. അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ സൽക്കർമ്മങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ഈ മാസത്തെ നമ്മൾ എന്ത് ചെയ്യുക, ഗൗരവത്തിലെടുക്കുക, അമലുകളിൽ സജീവരാവുക, ശിർക്കിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും ഹറാമുകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ. മാസങ്ങളുടെ പവിത്രത മനസ്സിലാക്കി തന്നെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രമാണത്തെ പൂർണ്ണമായി മുറുകെ പിടിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.